നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓട്ടപ്രദക്ഷിണം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് രസകരമായിട്ടുള്ള ഒരു കമൻ്റാണ്. ആ കമൻ്റ് അല്ലെങ്കിൽ ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടായിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നാണ്. വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്, നെഹ്റു ജീവിച്ചിരുന്നെങ്കിൽ ബാബറി മസ്ജിദ് പൊളിക്കപ്പെടുകയില്ലായിരുന്നു. ബാബറി മസ്ജിദ് എന്ന് എന്താണെന്ന് പ്രേക്ഷകർക്കറിയാം. അയോധ്യയിലെ തർക്കമന്ദിരം. അത് പൊളിച്ചു കളഞ്ഞ് ഭാരതത്തിൻ്റെ പൈതൃകം തിരികെ പിടിക്കുകയായിരുന്നു രാമമന്ദിരത്തിലൂടെ. രാമമന്ദിരത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ രാമമന്ദിരത്തിലെ തട്ടിപ്പ്, വെട്ടിപ്പ്, സംഭാവനക്കൊള്ള എന്നൊക്കെ പറഞ്ഞ ആളുകൾ വരും. അതിന് കൃത്യമായ നടപടികൾ അവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടവർ ആ രീതിയിൽ കൈകാര്യം ചെയ്തുകൊള്ളും. അത് കൈകാര്യം ചെയ്യുന്ന മുറയ്ക്ക് തന്നെ അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ തത്വമീ ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യും. വി ഡി സതീശനിലേക്ക് തിരികെ വന്നാൽ, അദ്ദേഹം നെഹ്റുവിൻ്റെ കാര്യം പറഞ്ഞല്ലോ. നെഹ്റു ജീവിച്ചിരുന്നെങ്കിൽ ഈ തർക്കമന്ദിരം പൊളിക്കപ്പെടില്ലായിരുന്നു എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനത്തോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം നിങ്ങൾക്ക്. വ്യക്തിപരമായി എനിക്ക് വിയോജിപ്പാണ്. കാരണം ഹൈന്ദവർ ഉണർന്നെഴുന്നേറ്റ് അത്തരത്തിലൊരു ശക്തമായി ഉള്ളൊരു പ്രതികരണം നടത്തിക്കഴിഞ്ഞാൽ ഭാരതത്തിൽ അസാധ്യമായതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നെഹ്റുവിനത് തടയുവാൻ സാധിക്കുമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞു, രസകരമായൊരു അഭിപ്രായ പ്രകടനത്തെയാണ് ആ അഭിപ്രായ പ്രകടനമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ അതിനൊരു മറുവശമുണ്ട്. ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. ഇല്ലായിരുന്നെങ്കിലോ? തേങ്ങയിൽ ആര് വെള്ളം നിറച്ചേനെ, ദൈവം ഇല്ലായിരുന്നെങ്കിലോ എന്ന് ചോദിച്ചതുപോലെ നെഹ്റു ജി ഇല്ലായിരുന്നെങ്കിലോ? ഇല്ലാത്തൊരു സാഹചര്യം ചിന്തിക്കുക നിങ്ങൾ. ഭാരതം ഒരുപക്ഷെ ഒരു 60 വർഷങ്ങൾക്ക് മുമ്പ് പരമവൈഭവം അടഞ്ഞേനെ. അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒരു ചുരുക്കി പറഞ്ഞാൽ, നെഹ്റു ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ. ഒരു 60-62 വർഷങ്ങൾക്ക് മുമ്പ് സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെ കരുത്തരായ, കാര്യക്ഷമതയുള്ള, സമർത്ഥരായ നേതാക്കന്മാരുടെ ഭരണത്തിന് കീഴിൽ ഭാരതം പരമവൈഭവം പണ്ടേ അടഞ്ഞേനെ. അത് ഏറ്റവും ചുരുക്കമായി ഇതിനെക്കുറിച്ച് പറയാമെന്ന് ഓരോന്നായി പരിശോധിക്കാം. ചില വസ്തുതകൾ. ആദ്യമായി, നെഹ്റു ഇല്ലായിരുന്നെങ്കിൽ അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ്സിൽ ഗാന്ധിജിയുടെ ആധിപത്യം എന്നുള്ളത് ഒരല്പം കുറഞ്ഞേനെ. ഗാന്ധിജി തന്നെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായത്തിലും ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ പരിശോധിച്ചാലും 1920 തുടങ്ങി ബ്രിട്ടീഷുകാർ തന്നെ ഭാരതത്തിലേക്ക് കുത്തിവെച്ച ഒരു ഊതിപ്പെരുപ്പിച്ച പ്രതിഭാസമാണ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ചരിത്രത്തെ വസ്തുതാപരമായി സമീപിച്ചാൽ നിങ്ങൾക്കും അത് മനസ്സിലാകും. ആ ഗാന്ധിയുടെ തണലിൽ വളരുവാനായിട്ട്, ഒരു ഇത്തിൽ കണ്ണിയായി വളരുവാനായിട്ട് ഒരു നേതാവ് ഉണ്ടാകില്ലായിരുന്നു. കോൺഗ്രസ് എന്ന ബ്രിട്ടീഷുകാരാൽ സൃഷ്ടിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഒരുപക്ഷെ അവസാനിച്ചു പോവുകയും സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ള നേതാക്കൾ സുഭാഷ് ചന്ദ്രബോസിനോടൊപ്പം ചേർന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ദേശീയതയുമായി കൂടുതൽ അടുത്ത ഒരു രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുകയോ ഒരുപക്ഷെ RSSനെ പോലുള്ള സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തേനെ എന്നുള്ളതാണ് നെഹ്റു ഇല്ലായിരുന്നെങ്കിൽ സംഭവിക്കാവുന്ന ഒന്നാമത്തെ കാര്യം ആയിട്ട് ഞാൻ കാണുന്നത്. രണ്ടാമത്തെ കാര്യം, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, ഞാൻ പറഞ്ഞല്ലോ, സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെ ഒരുപക്ഷെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് തന്നെ ആയിപ്പോയേനെ. ഇത്തരത്തിലൊരു ഇത്തിൽ കണ്ണിയെ വളർത്തേണ്ട ബാധ്യത ഗാന്ധിജിക്ക് എന്തൊക്കെയോ കാരണങ്ങളാൽ ഇല്ലായിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ ബ്രിട്ടീഷുകാരുടെ സമ്മർദ്ദമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാധ്യത ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് മോത്തിലാലിനോടോ മറ്റേതെങ്കിലും ശക്തികളോടോ വരുത്തി വച്ചിരിക്കാം, അല്ലെങ്കിൽ ശക്തികളെ പ്രതിയോ വരുത്തി വച്ചിരിക്കാം. അത് ചരിത്രത്തിൽ ഒരിക്കലും വെളിപ്പെടുവാൻ പോകാത്ത, അല്ലെങ്കിൽ വെളിപ്പെടുവാൻ ഒരു സാധ്യതയും ഇല്ലാത്തൊരു സത്യമാണ്. ഇനി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ പ്രതിരോധം സുശക്തമായേനെ. പാകിസ്ഥാൻ എന്നുള്ളൊരു രാജ്യം തന്നെ ഒരുപക്ഷെ വിഭജനത്തിന് ശേഷമാണെങ്കിൽ പോലും, വിഭജനം തന്നെ ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നില്ല നെഹ്റുവിന് പ്രധാനമന്ത്രി പദത്തോടുള്ള ആർത്തി ഇല്ലായിരുന്നെങ്കിൽ. ഒരുപക്ഷെ ജിന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി 1 വർഷം കഴിഞ്ഞ് മരിച്ചുപോയി സർദാർ വല്ലഭായ് പട്ടേലോ നേതാജി സുഭാഷ് ചന്ദ്രബോസോ ഒക്കെ ആ സ്ഥാനത്തേക്ക് വരിക, അല്ലെങ്കിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് ഒളിവിൽ പോവുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒറ്റിക്കൊടുക്കുന്ന സാഹചര്യം, ഒരു രാജ്യത്തിൻ്റെ ശത്രുവായി, ബ്രിട്ടീഷുകാരുടെ ശത്രുവായി പിടിച്ചു കൊടുക്കാമെന്നുള്ള കത്തെഴുതുന്ന ഒരു പ്രധാനമന്ത്രിയൊന്നോ അല്ലെങ്കിൽ നേതാക്കളൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ സ്വാതന്ത്ര്യലബ്ധി സായുധ പോരാട്ടത്തിലൂടെ തന്നെ നേടിയെടുക്കപ്പെടുകയും തദ്വാര നേതാജിയെ പോലുള്ളവർ പ്രധാനമന്ത്രിയും രാഷ്ട്രത്തലവന്മാരുമായി മാറുകയും ചെയ്തേനെ. അങ്ങനെയുണ്ടെങ്കിൽ വിഭജനം പോലും സംഭവിക്കില്ലായിരുന്നു. ഇനി വിഭജനം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ശക്തരായ ഭരണാധികാരികളുടെ കീഴിൽ പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ തുടച്ചു നീക്കപ്പെട്ടേനെ. ഇനി കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ പ്രതിരോധ മേഖലയെ സുശക്തമാക്കി
സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം ഒരുക്കി നൽകി ചൈനയുടെ ആക്രമണത്തെ പൂർണ്ണമായും തടയുന്നൊരു സാഹചര്യം ഭാരതത്തിനുണ്ടായേനെ. നാണം കെട്ടൊരു പരാജയം ഭാരതീയ സൈന്യത്തിന് നേരിടേണ്ടി വരില്ലായിരുന്നു. അക്സായ് ചിൻ പോലുള്ളൊരു തന്ത്രപ്രധാന പ്രദേശം ഭാരതത്തിന് നഷ്ടപ്പെടില്ലായിരുന്നു. കശ്മീർ വിഷയം ഇത്ര രൂക്ഷമായില്ലായിരുന്നു. ഷെയ്ഖ് അബ്ദുള്ള എന്നുള്ള ഒരു നെഹ്റുവിനെ പോലെ തന്നെ, നെഹ്റുവിനെ ബ്രിട്ടീഷുകാരോ മറ്റേതോ ശക്തികളോ സൃഷ്ടിച്ചതാണെങ്കിൽ അതുപോലെ തന്നെ ഏതൊക്കെയോ ശക്തികൾ സൃഷ്ടിച്ച അബ്ദുള്ള കുടുംബം എന്നൊരു വിഷവൃക്ഷം ആഴത്തിൽ വേരുകളൊന്നും കശ്മീരിൽ പടർന്നു പന്തലിക്കില്ലായിരുന്നു. കശ്മീരിൽ ഭീകരവാദികളുടെ സാന്നിധ്യം ഉണ്ടാകില്ലായിരുന്നു. കശ്മീരിൽ നിന്ന് പണ്ഡിറ്റുകൾക്ക് പലായനം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. നെഹ്റു ഇല്ലായിരുന്നെങ്കിൽ അരുണാചൽ ചൈനയുടെ കടന്നുകയറ്റം ഉണ്ടാകില്ലായിരുന്നു. ആദ്യത്തെ യുദ്ധത്തിൽ തന്നെ ചൈനയ്ക്ക് മുഖമടച്ചുള്ള മറുപടിയായി നൽകുന്ന ഇന്ത്യൻ സൈന്യത്തെ ഭയന്ന് ചൈന നിലയ്ക്ക് നിന്നേനെ. രാജ്യത്തെ ദുർബലമാക്കി, രാജ്യത്തിൻ്റെ പൈതൃകത്തെ ഒരു വെറുപ്പ് ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന മനോഭാവത്തോടു കൂടി തന്നെ നശിപ്പിച്ച് ഇല്ലാതാക്കിയ നെഹ്റു ഇല്ലായിരുന്നെങ്കിൽ ഭാരതം പണ്ടേ രക്ഷപ്പെട്ടേനെ. ഇന്നത്തെ ഓട്ടപ്രദർശനത്തിൽ ഇത്രമാത്രം. കാരണം ഒരു ഹ്രസ്വമായ ഒരു വി ഡി സതീശൻ്റെ അഭിപ്രായം വായിച്ചപ്പോൾ അദ്ദേഹം അത് പറയുന്നതിൻ്റെ ദൃശ്യം പോലും കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായ പ്രകടനം വായിക്കുകയായിരുന്നു ഞാൻ. ആ അഭിപ്രായം വായിച്ചപ്പോൾ കൗതുകകരമായൊരു ചിന്ത മനസ്സിൽ തോന്നി. അത് നിങ്ങളുമായി ഇന്നത്തെ ഓട്ടപ്രദർശനത്തിൽ പങ്കുവെച്ചു എന്ന് മാത്രം. തൽക്കാലത്തേക്ക് ഇത്രമാത്രം. ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.